ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നിങ്ങൾ അറിഞ്ഞില്ലേ, റോഡിൽ ഇനി മുതൽ നമാസ് ചെയ്യാൻ പാടില്ലെന്നാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത്. ഇങ്ങനെ പറയാൻ കാരണമായിട്ട് പറയുന്നത്, ഇങ്ങനെ എല്ലാവരും ചേർന്നിട്ട് റോഡിൽ നമാസ് ചെയ്യുകയാണെങ്കിൽ പൊതു റോഡുകളിൽ കനത്ത ഗതാഗത കുരുക്കിനും മൊത്തം ജനങ്ങളുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും തടസ്സം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു നമാസോ ഒരു പ്രാർത്ഥനയോ ചെയ്യാൻ പാടില്ല എന്നാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ദേശിച്ചത്. എല്ലാ റോഡുകളും യാത്രികർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ളതാണെന്നും പൊതുസ്ഥലങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒത്തുചേരലുകൾക്ക് അനുവാദം നൽകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയ ജനക്കൂട്ടം പങ്കെടുക്കുന്ന പ്രാർത്ഥനകൾ ഷിഫ്റ്റുകളായോ അല്ലെങ്കിൽ നിശ്ചിതമായ ഏതെങ്കിലും ആരാധനാലയങ്ങളിലേക്കോ മാറ്റി പ്രാർത്ഥന നടത്തണം. അങ്ങനെ നാട്ടിലെ എല്ലാം ക്രമസമാധാനത്തിനും ഉറപ്പ് വരുത്തണമെന്നും അതുപോലെ തന്നെ മറ്റ് മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കരുത് എന്നുമാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മുന്നറിയിപ്പ്. സത്യത്തിൽ ഈ പറഞ്ഞ ഉപായം ശരിക്കും നല്ലത് തന്നെയല്ലേ? കൂടുതൽ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ അത് 1 or 2 ഷിഫ്റ്റാക്കി അവരവരുടെ പള്ളികളിൽ തന്നെ നമാസ് നടത്തുന്നതല്ലേ എളുപ്പം. അങ്ങനെ അവരവരുടെ പള്ളികളിൽ തന്നെ നിസ്കാരം നടത്തുമ്പോൾ, നമാസ് നടത്തുമ്പോൾ ദേശീയപാത സ്വതന്ത്രമാവുകയും അതിലൂടെ പോകുന്ന യാത്രികർക്ക് സുഗമമായ ഒരു യാത്രയും ചെയ്യാൻ കഴിയും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പൊതുനിരത്തിൽ കൂടി യാത്രക്കാർക്ക് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും. ചിലപ്പോൾ യോഗിജി ഇത്തരത്തിലുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കാരണം, ഇപ്പോൾ കൂട്ടമായിട്ട് നിസ്കരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും, നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദുത്വ വർഗീയവാദികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഗണേശോത്സവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ദുർഗാപൂജ നടക്കുമ്പോൾ അതിലൂടെ ഘോഷയാത്ര പോകുമ്പോഴൊക്കെ ഈ മുസ്ലിങ്ങൾ, ചില മുസ്ലിം തീവ്രവാദികൾ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് കല്ലെറിയുന്ന ഏർപ്പാടില്ലേ ശോഭയാത്രക്ക് നേരെ, അതുപോലെ എന്തെങ്കിലും ഒരു കുബുദ്ധി അല്ലെങ്കിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഹിന്ദുത്വവാദികളിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു കലാപം നടക്കും, ഹിന്ദു മുസ്ലിം കലാപം. ഹിന്ദുക്കളുടെ ശോഭയാത്രക്ക് നേരെ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ നേരെ മറിച്ച് മുസ്ലിങ്ങൾ നമാസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഹിന്ദുത്വവാദികൾ കല്ലെടുത്തെറിയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ രാജ്യം മൊത്തത്തിൽ കലാപത്തിനായിട്ട് ആഹ്വാനം ചെയ്യും. അതാണ് ഇതുവരെ ഉണ്ടായ ചരിത്രം. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെയും അവരുടെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുകയും നമാസ് ചെയ്യുകയും ചെയ്യുന്നതാണ് നല്ലത്. ഇത് തന്നെയായിരിക്കും യോഗി ആദിത്യനാഥും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നെ അദ്ദേഹം പതിവ് ശൈലിയിൽ തന്നെ ചിരിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിൽ അവർ അനുസരിച്ച് അവർക്ക് കൊള്ളാം, അല്ലെങ്കിൽ അവരെ സമ്മതിപ്പിക്കാൻ, അനുസരിപ്പിക്കാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. പിന്നെ എല്ലാം കൈവിട്ടിട്ട് സംഘപരിവാർ ഫാസിസം, മുസ്ലിങ്ങളെ ഹിന്ദുത്വവാദികൾ ആക്രമിക്കുന്ന എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാകില്ല. കാര്യങ്ങളുടെയൊക്കെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ അവരവർക്ക് കൊള്ളാം. കാരണം ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും പൊതുസ്ഥലങ്ങളിൽ അച്ചടക്കം ഉറപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത് എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഈ മുന്നറിയിപ്പ് എല്ലാവരും സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. നാടിന്റെ ക്രമസമാധാനത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക. അപ്പോൾ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ബക്രീദ് ആശംസകൾ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വന്നിരിക്കുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്.